സ്വർഗമാകണേ അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രി മീട്ടി. അങ്ങനെ ഈശ്വര പ്രാർത്ഥനയോടെ ഐശ്വര്യമായി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രോഗ്രാം എല്ലാം ഭംഗിയാവട്ടെ, സർവ്വ ഐശ്വര്യങ്ങളും ഏവർക്കും ഉണ്ടാവട്ടെ. അടുത്തതായി സ്വാഗത ഭാഷണത്തിനായി പിആർഎയുടെ സെക്രട്ടറി മിസ്റ്റർ ദിനേഷ് കുമാർ പി അവരെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പിആർഎ കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, നമ്മുടെ പിആർഎ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. 12 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിലുള്ള ഈ വാർഷികാഘോഷവും പുതുവത്സരാശംസവും വളരെ ഭംഗിയായി നമ്മുടെ നാട്ടിലെ 213 വീടുകളിലെ അംഗങ്ങളും ഒത്തുചേരുന്ന ഒരു വേദിയായിട്ടാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നു 188 പേരായിരുന്നു നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ. ഇപ്പോൾ അത് 211 മാറിയിരിക്കുകയാണ്. ഇനിയും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ പിആർഎയുടെ വീടുകൾ പണിതീർന്ന് വരുന്നുണ്ട്, അതിനെ പുതുക്കി പണിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ അടുത്ത വർഷമാകുമ്പോൾ ഇതിലും കൂടും. അപ്പോൾ നമ്മുടെ സൗകര്യങ്ങളും എല്ലാം വർദ്ധിപ്പിച്ചെടുക്കണം. നാടിൻ്റെ ഒരു പ്രധാന പങ്കാളിത്തം നമ്മുടെ നാടിന് വൃത്തിയിലും എല്ലാ കാര്യത്തിലും ഇപ്പോൾ പിആർഎ ജില്ലയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു അസോസിയേഷനായി മാറിയിരിക്കുകയാണ്. ഒരു മാസമായി നമ്മുടെ പ്രദേശത്തെ എല്ലാ റോഡുകളും, ക്രോസ് റോഡുകളും വളരെ ഭംഗിയായി ശുചീകരിച്ചുകൊണ്ട് നമ്മൾ 50-ഓളം വരുന്ന കുടുംബങ്ങളും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന വനിതാ സഹോദരിമാരും ഇന്ന് രാവിലെ വരെ നമ്മൾ വൃത്തിയായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഗുണങ്ങളും അതിനുള്ള പ്രതികരണങ്ങളും അതെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മുടെ 12ാം വാർഷികം ആഘോഷിക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ആദരണീയായ പ്രസിഡന്റ് ഡോക്ടർ വി ചന്ദ്രനാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി പിആർഎക്ക് വേണ്ടി, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പരിപാടിയുടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പിആർഎയുടെ മുതിർന്ന അംഗവും മെമ്പറും ഇന്ത്യൻ നേവി റിട്ടയർഡ് ആയ ആദരണീയായ കെ.പി. കൃഷ്ണേട്ടനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേരുന്ന ആദരണീയായ വി.കെ. സുരേഷ് ബാബു, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹം അല്പസമയത്തിനോട് ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേർന്ന് സംസാരിക്കുന്ന നമ്മുടെ പ്രദേശത്തെ 3-ാം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ഷാഹിന മൊയ്തീൻ, 28-ാം ഡിവിഷൻ ഷഹീദ എസ്, താഴേച്ചുവ ഡിവിഷൻ, നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രം ശ്രീ നീലിയത്തകത്തൂട്ട് പെരുങ്ങോത്തമ്പലം മാനേജിംഗ് ട്രസ്റ്റി ആദരണീയ ശ്രീ എൻ വിനേഷ് നമ്പ്യാർ, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ റവ ഫാദർ തോമസ് കൊളങ്ങയിൽ, വികാരി സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് താഴെ മേലെ ചൊവ്വ, അദ്ദേഹത്തെ ഞാൻ നമുക്കെല്ലാവർക്കും വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. റവ ഫാദർ DB ബെസലേൽ CSI ചർച്ച് ചൊവ്വ, അദ്ദേഹത്തെ ഞാൻ പിആർഎക്ക് വേണ്ടിയും നമുക്കെല്ലാവർക്കും വേണ്ടിയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. UP സിദ്ദിഖ് മാസ്റ്റർ, സെക്രട്ടറി ചൊവ്വ കൾച്ചറൽ സെൻറ്റർ. ഈ സ്റ്റേജ് കാര്യപരിപാടിയിൽ അവസാനമായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ പിആർഎയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും ചീഫ് കോർഡിനേറ്ററുമായ ശ്രീ ബിജു ടേജിയാണ്. അദ്ദേഹം എവിടെ നോക്കിയാലും കാണും. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ആദരണീയ പ്രസിഡന്റ് ഡോക്ടർ വി ചന്ദ്രൻ അവരെ ഞാൻ ആദ്യമായി ക്ഷണിക്കുന്നു. ഒരു മാസത്തിലധികമായി നമ്മുടെ
റിസർച്ച് തത്വത്തിൻ്റെ പെട്ട റോഡുകളും അതുപോലെ വഴിയോരങ്ങളും ഇടകളും എല്ലാം തന്നെ രാവിലെ 6 മണി മുതൽ ഞങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് വരെ തുടർന്നിട്ടുണ്ട്, നാളെയും അത് തുടരും. വളരെ വൃത്തിഹീനമായി കിടക്കുന്ന നമ്മളെ ഈ പ്രദേശം ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ വളരെ വൃത്തിയുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങളുടെയും ഞങ്ങളുടെയും അഭിമാനമാണ്. എല്ലാവരും, അമ്മമാരും സഹോദരി സഹോദരന്മാരും ഇതിനു വേണ്ടി പരിശ്രമിക്കണം എന്ന് മാത്രം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് പ്രചോദനം തരുന്ന ഇവിടുത്തെ കൗൺസിലർമാർ 2 ആളുകളുണ്ട്. അവർക്ക് ആദ്യമായി ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് റിട്ടയർഡ് ഇന്ത്യൻ നേവി ഓഫീസറും PRAയുടെ മുതിർന്ന എക്സിക്യൂട്ടീവ് മെമ്പറുമായ ശ്രീ KP കൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ PRAയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇന്ന് സമയക്കുറവ് കാരണം ഞാൻ അധികം നീട്ടുന്നില്ല. എന്നാലും നമ്മുടെ ക്ലീൻ PRA ഡ്രൈവ് എന്നൊരു പരിപാടി നമ്മൾ കഴിഞ്ഞ ഡിസംബർ പകുതിയോടുകൂടി ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ കോർഡിനേറ്റർ ബിജുവിനെ പറ്റിയാണ്. ബിജു ആണിത് ഈ ആശയം നമ്മളെ മുന്നിൽ വെച്ചത്. അത് ആക്ച്വലി നമ്മൾ ആദ്യം എല്ലാ മാസത്തിൻ്റെയും സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ രാവിലെ 1 മണിക്കൂർ നമുക്ക് ക്ലീൻ ചെയ്യാൻ വന്നായിരുന്നു പരിപാടി. അങ്ങനെ ആദ്യത്തെ ഒരു ക്ലീനിങ് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ റോഡെല്ലാം വളരെ വളരെ ക്ലീനായിരിക്കുന്നു. അപ്പോൾ ബിജു പറഞ്ഞു വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ നാളെ മുതൽ എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ കംപ്ലീറ്റ് PRA ഏരിയ നല്ല പരവതാനി പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ബിജുവിന് വേണ്ടി എല്ലാവരും നല്ല കൈയടി കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ന്യൂ ഇയർ ദിവസം പോലും രാവിലെ ക്ലീൻഷിപ്പിലായിരുന്നു. ഈ ക്ലീനിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ നേവിയുടെ, ഞാനൊരു എക്സ് നേവിയാണ്, 10 കൊല്ലം നേവി സർവീസ് ചെയ്തൊരു ആളാണ്. അപ്പോൾ എൻ്റെ ഒരു പഴയ നേവി ഡേയ്സിലേക്കൊരു ഓർമ്മ ഒന്ന് പുതുക്കിയാൽ കൊള്ളാമെന്നുള്ളൂ. 2 വരി, അധികം പോരടിപ്പിക്കില്ല. ഞാൻ ആക്ച്വലി 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ നേവി പോയതാണ്. അപ്പോൾ നേവി ജോയിൻ ചെയ്തു, അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് രാവിലെ 1/2 മണിക്കൂർ ഒരു ഡ്രില്ലുണ്ട്, PT ഫിസിക്കൽ ട്രെയിനിങ്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ ഉടനെ വലിയൊരു ജാഡു എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെയെല്ലാം പറയുന്ന മാച്ചി, അതും വലിയൊരു ബോത്തയും ക്ലീൻ ചെയ്യാനുള്ള സാധനം എടുത്ത് കയ്യിൽ തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ജീവിതകാലം മുഴുവൻ ക്ലീൻ ചെയ്ത് നടക്കേണ്ടി വരുമോ. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് നമുക്ക് ഈ ക്ലീൻഷിപ്പ് എന്ന് പറയുന്നത്. അത് ഇന്നും നമ്മൾ തുടരുകയാണ്. എന്ന് വെച്ചാൽ ജീവിതം നമ്മൾ താമസിക്കുന്ന സ്ഥലവും പരിസരവും ക്ലീൻ ചെയ്യുക എന്ന് പഠിപ്പിച്ചത് ആദ്യം എന്നെ നേവിയാണ്. അപ്പോൾ അങ്ങനെ നേവി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ എന്നാലും അന്ന് പഠിച്ചത് ഇന്നും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു എന്താ പറയുക, ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. സോ ഇപ്പോൾ അത്ര മാത്രമേ പറയാനുള്ള ക്ലീൻഷിപ്പിനെ പറ്റി. ഞങ്ങളത് ഇനിയും കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം കാണാം റോഡ് എത്രത്തോളം ക്ലീൻഷിപ്പ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന റോഡാണെന്ന്. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മളിവിടെ കൂടിയപ്പോൾ പറയുന്നുണ്ടായിരുന്നു,
അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ പ്ലീസ് ഈ കച്ചറ വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് പ്രത്യേകിച്ചും, പ്ലാസ്റ്റിക് ഇപ്പോൾ കുറവാണ് പൊതുവേ. നമ്മൾ ഒരു ഡിസംബർ മിഡ് അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എല്ലാവരും ഒരു ചെറിയൊരു ക്ലീൻഷിപ്പ് മെൻറ്റാലിറ്റി എല്ലാവരിലും വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് എല്ലാവരോടും നമുക്ക് PRAയുടെ എല്ലാവരോടും പിന്നെ നമുക്കുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കച്ചറ വലിച്ചെറിയുന്നത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. അവനവൻ്റെ വീടും പരിസരവും ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതൊരു അഭ്യർത്ഥനയാണ്, ഇതൊരു ഓർഡറൊന്നുമല്ല. അപ്പോൾ എല്ലാവരും അത് പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരാളും ചെയ്യുന്ന എഫേർട്ട് അത്രയും കുറഞ്ഞു കിട്ടും. എല്ലാവർക്കും ഒരു നല്ല ഈവനിങ് നേരട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് എല്ലാവർക്കും നന്ദി, നമസ്കാരം. 2023-24 വർഷത്തെ SLC+2 ഫുൾ A+ നേടിയവരെ അനുമോദിക്കലും വിവിധ മേഖലകളിൽ പ്രശസ്തരായവരെയും PRAയുടെ മുതിർന്ന പൗരന്മാരെയും ആദരിക്കുന്ന ചടങ്ങാണ്. അവന്തിക MP, ദേവിക KK, ശ്രീനന്ദ VC, ആദിഷ് പ്രദോഷ് ആൻഡ് ദേവാങ് KK എന്നിവരെയാണ് ഇവരുടെ 12ാം വർഷം, അതായത് ഒരു വ്യാഴവട്ടം തികഞ്ഞിരിക്കുകയാണ് നമ്മുടെ പാതിരിപ്പറമ്പിൽ ഒരു റെസിഡൻറ്റ് അസോസിയേഷൻ തുടങ്ങിയിട്ട്. 12 വർഷം എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇത്ര വർഷം കഴിഞ്ഞു എന്നുള്ളത്. എനിക്കറിയാം, തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഭാരവാഹികളെല്ലാം എന്നെ കാണലുണ്ടായിരുന്നു. ഞാൻ പറയുന്ന എല്ലാവിധ സപ്പോർട്ടും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ 6:30 മണിക്ക് ആ ചുറ്റുപാടുള്ള കാക്കകളെല്ലാം വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇരിക്കും. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ കാക്കക്ക് ഒരു ഭക്ഷണം കൊടുക്കും. ഭക്ഷണം ചോറൊന്നല്ല കൊടുക്കുക, മിക്സ്ചർ, ഓമപ്പൊടി, പിന്നെ ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തിയും കഴിക്കും. അതൊന്നും അതിൽ ഒഴിച്ച് വേറെ ഒന്നും കഴിക്കില്ല. അങ്ങനെ ഒരു 6:30 മണിക്ക് കൊടുത്തപ്പോൾ 7 മണി സമയത്തുണ്ട് നമ്മുടെ ഈ ഇതിൻ്റെ പാതിരിപ്പറമ്പ് റെസിഡൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ചന്ദ്രൻ അവർകൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് എല്ലാം വൃത്തിയാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ 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 പ്രയാസം തോന്നി. ഞാൻ നാണിച്ചിട്ട് വീട്ടിൻ്റെ അകത്ത് കയറി. കാരണം എൻ്റെ ചുറ്റുപാടുള്ളത് വൃത്തിയാക്കേണ്ടത് ഞാനാണ്. പക്ഷെ ഞാനത് ചെയ്യാതെ ഇതിൻ്റെ പ്രസിഡൻറ്റ് വന്നിട്ട് എൻ്റെ മുമ്പിൽ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചെന്ന് എനിക്കേ അറിയുള്ളൂ. ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചു. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ വൃത്തിയാക്കുമായിരുന്നു. എനിക്ക് എലർജി ഉണ്ട്. ആ ചെടി ഒരു പ്രത്യേക തരത്തിലുള്ള ചെടിയാണ്. അത് കഴിച്ചാൽ ഞാൻ 2-3 ദിവസം തുമ്മി ആകെ അസ്വസ്ഥനായി ഞാൻ കടന്നു പോകും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു സ്ത്രീയുണ്ട്, അവൾ കുറച്ചായി വന്നിട്ടില്ല, അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ഈ മഹത്വമേറിയ പ്രവർത്തനത്തെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല എന്നാണ് പറഞ്ഞത്. വെറും ഒരു എന്താ പറയുക റെസിഡൻറ്റ് അസോസിയേഷൻ മാത്രമല്ല, സ്ട്രീറ്റുകൾ മുഴുവനും വൃത്തിയാക്കുക, മറ്റെല്ലാ കാര്യത്തിലും അവരുടെ സാന്നിധ്യം, ഭാരവാഹികളുടെ ഇൻവോൾവ്മെൻറ്റ് അത്രയും വലുതാണ്. ഇപ്പോൾ 12 വർഷമായിട്ടുള്ളൂ. ഇനി സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി ഇതെല്ലാം ആഘോഷിക്കാനുള്ള അവസരം നമ്മുടെ ഈ റെസിഡൻറ്റ് അസോസിയേഷന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. PRA അസോസിയേഷൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ 2025 പുതുവത്സരം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. നമ്മൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ജന്മന ഉള്ളവരുള്ളൂ. ഈ കണ്ണൂർ പ്രദേശത്ത് ഒത്തിരി ആളുകൾ വന്ന് താമസിക്കുന്നവരാണ്. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും വന്ന് ഈ മേലച്ചുവ പ്രദേശത്ത് താമസിക്കുമ്പോൾ അവരൊറ്റയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, കൂടത്തെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്
ഇതുപോലെയുള്ള അസോസിയേഷനുകളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയുമാണ് ഇതുപോലെയുള്ള അസോസിയേഷൻസുകൾ ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും വരുത്താതെ ഈ പ്രദേശത്തിലെ ആളുകളെ ഒരുമിച്ച് ചേർക്കുവാനായിട്ട്, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുവാനായിട്ട് ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ശ്രമിക്കുന്നു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അത്യധികം അഭിമാനത്തോടും കൂടിയാണ് നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളാണ് ഞാൻ. കുറച്ച് വർഷങ്ങളായി ഈ അസോസിയേഷന് നേരിട്ട് പരിചയമുള്ള ഒരാൾ കൂടിയാണ്. ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേരിട്ട് കാണാനും ഇതുപോലുള്ള പരിപാടികൾ കണ്ടാസ്വദിക്കാനും നിങ്ങളെപ്പോലെ എനിക്കും വലിയ സൗഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ മൊത്തത്തിൽ കോർപ്പറേഷനിലെ മറ്റു പല അസോസിയേഷനുകളുമായും അതിൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വങ്ങളുമായും നേരിട്ട് ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അവരെ എല്ലാവരെയും കണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് ഈ പാതിരിപ്പറമ്പ റെസിഡൻ്റ് അസോസിയേഷനാണ് യഥാർത്ഥത്തിൽ ഈ കോർപ്പറേഷനിൽ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് തന്നെയാണ്. ഈ അസോസിയേഷന് ഏറ്റവും മനോഹരമായും ധീരമായും ഏറെ ആഹ്ലാദഭരിതമായും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായി ആശംസകൾ നേരുകയാണ്. എനിക്ക് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്, ആധുനിക കാലത്ത് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു എത്ര വേഗമാണ് കാലം കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ നമ്മൾ ഒരുമിച്ച് ഇതേ സ്ഥലത്ത് കൂടി സന്തോഷിച്ചതും ഒരുമിച്ച് ഭക്ഷിച്ച് സ്നേഹ കൂട്ടായ്മയിൽ കൂടി വന്നതും ഒക്കെ ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ തോന്നുന്നു. കഴിഞ്ഞ വർഷം പുതുവർഷത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും, ഞാൻ പറഞ്ഞ ആശംസ പോലും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത്ര വേഗത്തിൽ ഒരു കൊല്ലം കൂടെ കടന്നു പോയിരിക്കുന്നു. ശ്രീ NN കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന കവിത ഒരുപക്ഷെ നമുക്കറിയാവുന്നതാണ്. അത് വളരെ അനുഗ്രഹപ്രദമായ മനോഹരമായ ഒരു കവിതയാണല്ലോ. ആർദ്രമീധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി. അത് മനോഹരമായ കവിതയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും വരികൾ ഇപ്രകാരമാണ്: കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ തളിരിലും പൂവരും കായ്വരും, പിന്നെ ആരൊക്കെ എന്തൊക്കെയെന്ന് ആർക്കറിയാം, പിന്നെ ആരൊക്കെ എന്തൊക്കെയെന്ന് ആർക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കാലം അതിവേഗത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ബാക്കിയാകുന്നത് ഇത്തരം സ്നേഹ കൂടിവരവുകളാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ പാതിരിപ്പറമ്പ് ഭാഗം മുഴുവൻ വൃത്തിയാക്കിയതിനെ കുറിച്ചാണ് എനിക്കും പറയാനുള്ളത്. എനിക്കും പങ്കെടുക്കാനായില്ലല്ലോ എന്നിങ്ങനെ നോക്കി നിന്ന് പോയിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടാണ് വൃത്തിയാക്കിയത്. നല്ല ഉയരത്തിലുള്ള ഭാഗങ്ങൾ പോലും വളരെ ഏറ്റവും വൃത്തിയായി, ഏറ്റവും നീറ്റായിട്ട് വൃത്തിയാക്കിയത് വളരെ ശ്രദ്ധേയമാണ്. എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ക്ലീൻ ചെയ്തത് നമ്മുടെ കൂടിവരവിനെയും കൂട്ടായ്മയുടെയും ഒക്കെ മഹത്വത്തെ കാണിക്കുന്നതാണല്ലോ പ്രിയപ്പെട്ടവരെ. പുരാതന ഗ്രീക്ക് ഒരു ദേവനുണ്ടായിരുന്നു, ജാനസ്. അദ്ദേഹത്തിന് 2 തലകളുണ്ടായിരുന്നു. ഒന്ന് മുന്നോട്ടും ഒന്ന് പിന്നിലേക്കും നോക്കുന്ന തരത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. ആ ജാനസ് എന്ന ദേവന്റെ പേരിൻ്റെ വാക്കിൽ നിന്നാണ് ജനുവരി എന്ന ആ ഒരു പേരുണ്ടായത് എന്ന് വായിക്കാനായിട്ട് ഇടയായി. അർത്ഥമാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ നോട്ടം പിന്നിലൂടെ കൂടെ വേണം എന്നുള്ളതാണ്. നമ്മൾ എവിടെ നിന്നാണ് യാത്ര പുറപ്പെട്ടത് എന്നും ഏതെല്ലാം പടവുകൾ കയറിയാണ്, ഏതെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ കയറിയാണ്, എത്ര സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചാണ്, ജീവിതത്തിലെ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് നാം വന്നത് എന്ന് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്.
നാം മുന്നിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യവും മറക്കാനായിട്ട് പാടില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. നമ്മുടെ മക്കൾക്ക് ഇനി പരീക്ഷയുടെ കാലമാണ്. SSLC പരീക്ഷയുടെ ഒരുപക്ഷെ ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ടാകും. +2 ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ, സ്കൂൾ തലത്തിലെ പരീക്ഷകൾ. നമ്മുടെ ഈ അസോസിയേഷനിലെ മക്കളെല്ലാവരും എൻട്രൻസ് പരീക്ഷയ്ക്ക് ഇന്ന് ധാരാളം പേർക്ക് അനുമോദനങ്ങളൊക്കെ കൊടുത്തു. എൻട്രൻസ് പ്രവേശന പരീക്ഷകൾക്കൊക്കെ ഒരുങ്ങുന്ന ഒരു സമയമാണല്ലോ. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, നല്ല വിജയങ്ങൾ കരസ്ഥമാക്കട്ടെ. അടുത്ത വർഷത്തെ ഈ കൂടിവരവിൽ ഏറ്റവും ഉന്നതിയായിട്ടുള്ള അനുമോദനങ്ങൾ അവർക്ക് ലഭ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ആശംസകൾ നേരം സംസാരിക്കുന്നതിനായി കണ്ണൂർ കോർപ്പറേഷൻ 23ാം ഡിവിഷൻ കൗൺസിലർ. എല്ലാവർക്കും 2025 പുതുവത്സര ആശംസകൾ നേരുകയാണ്. രണ്ടാഴ്ചക്കാലമായി നിങ്ങൾ 6:30 മണി മുതൽ 7:30 മണി വരെയുള്ള ഒരു ക്ലീനിങ്ങും എല്ലാ റോഡുകളും നിങ്ങളുടെ അസോസിയേഷൻ്റെ പരിധിയിലുള്ള എല്ലാ റോഡുകളും മനോഹരമായ മുറ്റം പോലെ ആക്കിയിടുന്നതിൽ നിങ്ങൾ കാണിച്ച ഒരു വ്യഗ്രതയും താല്പര്യവും ഞങ്ങൾ എല്ലാ ദിവസവും അറിഞ്ഞുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പരിസരങ്ങളൊക്കെ ഞങ്ങൾ വീക്ഷിക്കാനും വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ ശാരീരികമായി ഞങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും നിങ്ങളുടെ അസോസിയേഷനിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നമ്മളോട് വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വർക്കേഴ്സിനെ നിങ്ങളോടൊപ്പം വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാർഡുകളും ഇതെല്ലാം ഞങ്ങൾ നീക്കം ചെയ്തു. ബാക്കി മെയിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടെ നിന്ന് സഹകരിച്ച് ചെയ്ത് ഇത്രയും മനോഹരമായ ഏരിയയാക്കി മാറ്റി. സങ്കടം ഇതങ്ങനെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ എത്ര തന്നെ മനോഹരമാക്കി ഇടുന്ന ഭാഗത്തായിരിക്കും പിറ്റേ ദിവസം അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ആരെങ്കിലും സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയാൻ നമുക്ക് കൊണ്ടുവന്ന് ഉച്ഛിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും ചാക്കുകെട്ടുകളും കൊണ്ടുവന്ന് നിറയ്ക്കുകയും നമ്മൾക്ക് സ്വൈര്യക്കേടും തലവേദനകളും അതൊരു കെട്ട് കാണുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അടിക്കുന്ന ആ ഒരു വേവലാതി ഉണ്ടല്ലോ. എന്താ ദൈവം, എങ്ങനെയും നമ്മൾ ഇത്രയെല്ലാം ബോധവൽക്കരണങ്ങളും ഇത്രയെല്ലാം മനോഹരമാക്കി ഇട്ടിട്ടും എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടാൻ തോന്നുന്നു എന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും, എനിക്കറിയാം ഒരു വീട്ടിൽ നിന്ന് ഒരു ലേഡി രാവിലെ 6:30 മണിക്കൊക്കെ ഇങ്ങനെ ഒരു പൊതു കാര്യങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ എത്രമാത്രം നേരത്തെ എണീറ്റ് വീട്ടിലെ ചായയും കാര്യങ്ങളൊക്കെ വെച്ച് എന്നിട്ട് വേണം ഇവരുടെ കൂടെ ഈ പണിയെടുക്കാൻ തുടങ്ങാൻ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത ആ ഒരു സാക്രിഫൈസ് തീർച്ചയായും ഞങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. അത് നമ്മുടെ പൊതുജനങ്ങളും അത് ഉപയോഗിക്കുന്ന റോഡിൽ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മനോഹരമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചെങ്കിൽ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥന മാത്രമാണുള്ളത്. ഏതായാലും നിങ്ങളുടെ അസോസിയേഷൻ നിങ്ങൾ ചെയ്യേണ്ട ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസോസിയേഷനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നുള്ളത് തീർച്ചയായും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കാൻ. മനോഹരമായി കൊണ്ടുപോകുന്ന നമ്മുടെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നും മനോഹരമായ രീതിയിൽ കൂട്ടായ്മയോടുകൂടി സ്നേഹത്തോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു ആശംസ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈ ഒരു പരിപാടിക്ക് ഇത്രയും മനോഹരമായി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച നമ്മുടെ അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സിനും, പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും കൂടെ പ്രവർത്തിച്ച കുടുംബത്തിലെ ഓരോ അംഗത്തിനും ഈ ഒരു പൊതുവേദിയിൽ വെച്ച് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. സ്നേഹത്തോടുകൂടി പറയട്ടെ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് തക്കതായ കൂലി കിട്ടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഏതായാലും നല്ലൊരു അസോസിയേഷനായി മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. PRAയുടെ സ്നേഹാദരങ്ങൾ. തോമസ് കൊളങ്ങയിൽ, ശ്രീ UP സിദ്ദിഖ് മാസ്റ്റർ, ഫാദർ DB ബസ്ലേൻ. ഈ 2025 വർഷം പുതുവത്സരത്തിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിയിൽ ഒത്തുചേരുന്നത്. PRA അസോസിയേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള 3 മിനിറ്റ് മതി. 3 മിനിറ്റ് കൊണ്ട് തീരില്ല PRA അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുവാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ. നമുക്കറിയാം ഒരു അസോസിയേഷൻ എന്തായിരിക്കണമെന്ന് സമൂഹത്തിന് കാണിച്ചു തരുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ അസോസിയേഷൻ, PRA അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങൾ ചേർന്നുകൊണ്ട് ഈ നാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വളരെ അഭിനന്ദനാർഹമാണ്. ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവരോടും ഞാൻ കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റാത്ത വാർഡുകളാണ്. നമുക്കറിയാലോ, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കോർപ്പറേഷൻ ആയപ്പോൾ നമ്മുടെ വാർഡുകളുടെ എണ്ണം കൂടി. പഴയ പഞ്ചായത്ത് വാർഡുകളല്ല, 3-4 വാർഡുകൾ ചേരുന്നതാണ് കോർപ്പറേഷൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് അവിടെ നമ്മുടെ വർക്കേഴ്സിനെ കൊണ്ട്
പെടാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം നമ്മൾ രാവിലെ മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാണ്, എങ്ങോട്ടാണ് കൊണ്ടുവിടുക എന്ന് അറിയാൻ പറ്റില്ല. അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, നമുക്കൊക്കെ ഒരുപാട് അസോസിയേഷൻ ഉണ്ടല്ലോ, അപ്പം എന്താണ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ? ഒരു കുടുംബശ്രീ പോലെ ഒരു യോഗം ചേർന്ന് പിരിച്ചുവിടുന്ന ഒരു രീതി മാത്രമായിരിക്കരുത് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം അസോസിയേഷൻ്റെ നിയമാവലി തന്നെ അതാണ്. കാരണം നമ്മുടെ ഒരു പ്രദേശത്തെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ എല്ലാവരും ചെറിയ ചെറിയ കുടുംബങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കുടുംബങ്ങളിൽ നിന്നും വന്ന ആളുകൾ, അല്ലെ, ഒരുപാട് തലമുറയിൽ നിന്ന് വന്ന ആളുകളാണ്. കാരണം ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, ഇളയമ്മമാര്, ആൻറ്റി, എന്താ പറയുക, ഇളയച്ചന്മാർ, എല്ലാവരും ഒരുപാടുള്ള ആളുകളെ ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ വേർപെട്ട് ഒരു അണുകുടുംബമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പം നമുക്ക് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് അറിയില്ല, നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന അയൽവാസികളെ കുറിച്ച് അറിയില്ല. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം അസോസിയേഷൻ ഉണ്ടാകുമ്പോൾ ആ അസോസിയേഷൻ്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾക്ക് പരസ്പരം എല്ലാവരെയും അറിയാൻ വേണ്ടി പറ്റുന്നത്. ഈ അസോസിയേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വഴിയെ പോകുംല്ലേ, ഇവർ ഒരു വഴിയെ പോകും. ആർക്കും പരസ്പരം അറിയാനോ ആ കുടുംബങ്ങളെക്കുറിച്ച് അറിയാനോ നമുക്ക് സാധിക്കുകയില്ല. ഞാൻ പലപ്പോഴും അവരുടെ ഗ്രൂപ്പ് നോക്കുമ്പം കാണാറുണ്ട്, അവിടെ ആ കുടുംബാംഗങ്ങളിൽ കലാപരമായിട്ട് കായികപരമായിട്ട് അറിവുള്ള ആളുകളെ എന്താ പറയുക ഫോട്ടോസ് ഇട്ടിട്ട് അവരെ അഭിനന്ദിക്കുന്ന, കാരണം അതായിരിക്കണം എന്താ പറയുക അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ. നമ്മുടെ കഴിവുകളെ കാണാൻ വേണ്ടി പറ്റുന്നു. കാരണം അത് നമ്മൾ അസോസിയേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അറിയാൻ സാധ്യതയില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാൻ വിട്ടുപോകും. കാരണം ഇത് അസോസിയേഷൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ മികവാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പോലെ. അതുപോലെ ഇവിടെ ക്ലീനിങ് നടന്നത്, അതൊക്കെ ഒരു ചാനൽ ഇതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ വളരെ ആശംസാർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ കൂടിയിരുന്ന എല്ലാ ആളുകൾക്കും ഈ പുതുവത്സരത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ 12ാം വാർഷികം ആഘോഷിക്കുന്ന PRA അസോസിയേഷന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ ക്ഷണിക്കുന്നു. ഒരു നിറഞ്ഞ കയ്യടിയോടെ നമ്മുടെ കൗൺസിലർക്ക് ഈ ഒരു ആദരം നമുക്ക് കൈമാറാം. ഒരു നിറഞ്ഞ കയ്യടി വരട്ടെ. നമ്മുടെ നാടിന്റെ കലാകാരന് PRAയുടെ സ്നേഹം ഇതാ കൈമാറുന്നു. PRA നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി ഏതാണ്ട് 225ഓളം വീടുകൾ ഇപ്പോൾ അംഗസംഖ്യ എടുത്ത് നമ്മൾ വളരെ നല്ല രീതിയിൽ ഒരു കുടുംബമായിട്ട് പോകുന്നതിൽ എല്ലാവർക്കും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്, പങ്കുണ്ട്. ഈ അവസരത്തിൽ ഈ ഇതിലെ വൈകിയ വേളയിൽ കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. വാക്കുകൾക്ക് അതീതമാണ് എല്ലാവരുടെയും പ്രവർത്തനങ്ങളും പങ്കാളിത്തവും സഹകരണവും സ്നേഹവും. എങ്കിലും ഒരു ഔപചാരികതയുടെ പേരിൽ നന്ദി നിർമ്മിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. PRAയ്ക്ക് വേണ്ടി ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ 14 മാലിന്യ നിർമ്മാർജ്ജന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാലിന്യ നിർമ്മാർജ്ജന ബോർഡുകൾ നമുക്ക് സ്പോൺസറായിട്ട് തന്നിരിക്കുന്നത് സുന്ദരം ഫിനാൻസിൻ്റെ കണ്ണൂർ ബ്രാഞ്ച് മാനേജർ അബീഷാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്നും നമുക്ക് ഈ 14 ബോർഡുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡുകളിൽ നമുക്കറിയാം മുക്കിലും മൂലയിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയിൽ നിന്നുള്ള ആ ബോർഡുകൾ. ആ ബോർഡുകൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് സുന്ദരം ഫിനാൻസിന് വേണ്ടി നമുക്ക് ഈ ഫണ്ട് അനുവദിച്ചു തന്ന അബീഷിന് PRAയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിൻസ് TVS, നമുക്ക് കണ്ണൂരിലുള്ള അല്ലെങ്കിൽ താഴ്ചയുള്ള പ്രിൻസ് TVS, നമ്മുടെ ഈ ഗോഡൗണിലെ സർവീസ് നടത്തുന്ന പ്രിൻസ് TVS, അവരാണ് ഈ സ്റ്റേജിൻ്റെ ഭൂരിഭാഗം ചെലവും സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവരുടെ ഫ്ലക്സാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. പ്രിൻസ് TVS. അടുത്തതായിട്ട് രാജുമോഹൻ പുതുശ്ശേരിയിൽ, നമ്മുടെയൊക്കെ ഒരു വിദേശ മലയാളി സുഹൃത്താണ്, നമ്മുടെ അയൽവക്കക്കാരാണ്. എല്ലാ കാര്യങ്ങളും PRAയ്ക്ക് വേണ്ടി നമുക്ക് രാജുമോഹൻ പുതുശ്ശേരിയിൽ നമുക്ക് വേണ്ടി സംഭാവനകൾ തരുന്നുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് തന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ സമ്മാനങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം നമുക്ക് സമ്മാനങ്ങളെല്ലാം വാങ്ങിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം നമുക്ക് സാമ്പത്തികം അനുവദിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുക്കം ടയേഴ്സ്, നമ്മുടെ അയൽവക്കത്തെ ബിസിനസ്സുകാരാണ്. മുക്കം ടയേഴ്സാണ് നമുക്ക് ഇന്നത്തെ ഈ നമ്മുടെ അച്ഛനമ്മമാർക്ക് കൊടുക്കാനുള്ള പൊന്നാട നമുക്ക് തന്നിരിക്കുന്നത്. അവരെ ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അടുത്തായിട്ട് ഫർബീസ്, നമുക്കറിയാം ഫർബീസിന് പേര് കിട്ടുന്നത് നമുക്കറിയാം. നമ്മുടെ
ചൊവ്വയിലെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, ഡോഗ് ട്രിമ്മിങ്. അതായത് നമ്മുടെ വളർത്തു നായകൾക്ക് വേണ്ടിയിട്ടുള്ള ഡോഗ് ട്രിമ്മിങ്, അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ, ഫുഡ് എല്ലാം ചെയ്യുന്ന ഒരു ഷോപ്പാണ്. അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബലൂൺ ഡെക്കറേഷനൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഫാമിലി വെഡ്ഡിങ് നമുക്ക് വേണ്ടി ഷാള് ഒരുക്കി തന്ന ഫാമിലി വെഡ്ഡിങ്. AG ഫ്ലോർ മില്ലിൻ്റെ ബാബുട്ടൻ നമുക്ക് ബാനറൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ കാറ്ററിംഗ് ഇവിടെ സാദിഖ് കാറ്റേഴ്സ്, നമുക്കിവിടെ തിലാനിലുള്ള കാറ്ററിംഗ് നമുക്ക് നല്ല രുചികരമായ ഭക്ഷണം ഇന്ന് നമുക്ക് വിളമ്പുന്നവരാണ് സാദിഖ് കാറ്റേഴ്സ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ആൻഡ് സ്റ്റേജ്, ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഒരുക്കി തന്നത് സോനു NNSലെ സോനുവാണ്. സിറ്റിയിലുള്ള NNS ലൈറ്റ് ആൻഡ് സൗണ്ട്. നല്ലൊരു അയൽക്കാർ, നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ വിളിച്ച് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ അയൽക്കാർ, എല്ലാവരും പേരെടുത്ത് പറഞ്ഞാൽ വിട്ടുപോകും. അതുകൊണ്ട് ആരെയും പേരെടുത്ത് പറഞ്ഞില്ല, അവരുടെ പേരുകളൊക്കെ മനസ്സിലുണ്ട്. അവരെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ചൊവ്വ സ്കൂൾ മാനേജ്മെൻറ്റ് നമുക്ക് വേണ്ടി ഗ്രൗണ്ട് അനുവദിച്ചു വന്ന ചൊവ്വ സ്കൂൾ, നമ്മളെല്ലാ പരിപാടികളിലും ചൊവ്വ സ്കൂൾ മാനേജ്മെൻറ്റ് വളരെ ഉദാരമായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന എല്ലാ അയൽക്കാർക്കും, വിളിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും, നമ്മളെ സഹായിച്ച പേര് വിട്ടുപോയ എല്ലാവരും ഉണ്ട്, അവരെയും സഹായിച്ചവരെയും, പിന്നെ നമുക്ക് വേണ്ടി ഇന്നും ഇന്നലെയൊക്കെ ഈ ഗ്രൗണ്ടിൽ പണിയെടുത്തെന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും സഹായിച്ച INR ലക്ഷ്മി, 2 സഹോദരങ്ങൾ അവിടെയുണ്ട്, ഭാര്യയും ഭർത്താക്കന്മാരാണ്. നമ്മൾ നൈറ്റ് ഫുൾ ടൈം ഇവർ നമ്മളോടൊപ്പം ഉണ്ടാവും. അവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു.